തങ്കത്തുടലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനും സുഖമായിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹോസ്പിറ്റലിലെ വിശേഷവും എൻ്റെ വിശേഷവും എല്ലാം എൻ്റെ ഫാമിലിയും എല്ലാം കുറിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് പേര് എനിക്കത് കണ്ടിട്ട് കമൻസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലാണ് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആൻസർ പറയാൻ വിചാരിക്കുന്നത്. കുറച്ച് പേർക്ക് ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ ഒന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. എന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ ചിലവർ യൂട്യൂബിലൊന്നും മെസ്സേജൊന്നും നോക്കൂലല്ലോ, കമൻസിൻ്റെ റിയാക്ഷൻ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുത്തുണ്ട്. ചിലർക്കൊന്നും നോക്കാൻ അറിയാത്തവരുണ്ടാവും, പിന്നെ ചിലവർ നോക്കുകയും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്താൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കും അതൊരു ഉപകാരമാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോയിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും, കാരണം അമ്മ അങ്ങ് വീട്ടിലാണ് ഉള്ളത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഓരോരോ വഴിക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. വന്ന് ഫുഡും കഴിച്ച് അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ ഒന്ന് റിപ്ലൈ കമൻസിനെല്ലാം ഒന്ന് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇല്ലേ, എൻ്റെ വീഡിയോസിൽ ഡെയിലി കമൻ്റ് ഇടുന്ന ഒരു മണികണ്ഠൻ നായരെന്നെല്ലാം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ ഡെയിലി ഇങ്ങനെ ഒരുപാട് പേര് കാണുന്നില്ലേന്ന്. പിന്നെ എനിക്ക് കോട്ടയത്തുള്ള ഒരു ഏട്ടനെല്ലാം റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ്. കോട്ടയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏട്ടൻ്റെ അടുത്ത്. എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കോട്ടയത്താണ്, കോട്ടയത്ത് കല്ലറയാണ്. അപ്പം പിന്നെ നിങ്ങൾ എവിടെയാണ് കോട്ടയത്ത് എന്ന് പറ, എപ്പോഴെങ്കിലും ഞാനിനി വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റലിലെ വിശേഷം ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് എന്നോട് ഐശുവിനെ ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇത് വെറുതെ സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണ്. വെറുതെ എന്നല്ല, സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പെട്ടെന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ് കേട്ടോ. സമയം കിട്ടുമ്പോൾ ഇടാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനവും എനിക്കിങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തോന്നുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഞാൻ ഇത് നിർത്തുക ചെയ്യുന്നത്, എനിക്ക് എന്തോ പോലെ മടിയാവുന്നതെല്ലാം സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞേ കുറച്ച് വീഡിയോസ് മുന്നേ. അമ്മ പറഞ്ഞ മോളെ അതിനെന്നാ നിനക്ക് പറ്റുന്നത് നീ ഇട്ടോ, ഒരു രസമല്ലേ, സമയമില്ലായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ സംസാരിക്കാനല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും. അതിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നായാലും എല്ലാവരുടെ അടുത്തും എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ടോട്ടെ ഒന്ന് കമ്പനി മതി, ഞാൻ പിന്നെ ചറവറ എന്ന് സംസാരിക്കും. നിങ്ങളും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഞാൻ ആ റിപ്ലൈ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അതാ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഇല്ല കേട്ടോ, കാരണം ഞാൻ കുറേ പേർക്ക് അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിന്, അതുകൊണ്ടാണ്. അപ്പോൾ അഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണെന്നോ അല്ലെങ്കിൽ കുട്ടിയാണെന്നോ ആരാന്നറിയില്ല. അപ്പം ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് അറിയാത്തന്നെ അഞ്ജന ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലൊരു മോശം അനുഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിലായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബാഡ് അനുഭവം, മോശം അനുഭവം ഒന്നും എനിക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായില്ല. ഇപ്പോൾ ധനലക്ഷ്മി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, AKGയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു പോസ്റ്റിങ്ങെല്ലാം ഉണ്ടായിരുന്നേ. നമുക്ക് പയ്യന്നൂരിൽ നിന്നും കുറച്ച് പോകണം, മാക്സ് മൈൻഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും അസുഖമുള്ളവരല്ലെങ്കിൽ ഈ ഡ്രഗില്ല, പിന്നെ ഡ്രഗ് അഡിക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നവർ അങ്ങനെയെല്ലാം പോയടുത്തുനിന്നെല്ലാം എനിക്കിങ്ങനെ പിന്നെ BP എല്ലാം നോക്കാൻ പോകുമ്പോൾ നമ്മളെ ഫൈറ്റ് ചെയ്യാൻ വരുത്തും, അങ്ങനെയെല്ലാം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് എൻ്റെ ഭാഗത്തുനിന്നും പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുനിന്നുമായിട്ട് എനിക്കൊരു മോശം അനുഭവം എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞ സമയത്ത് തോന്നുന്നു എനിക്കൊരു ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അങ്ങനെ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലില്ലേ, ഞാനത് എൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. ഒന്നെങ്കിൽ ഞാൻ ആരില്ലാത്തതിന് ഞാനത് കരഞ്ഞു തീർക്കും കേട്ടോ. ഞാൻ അങ്ങനെ ആരെടുത്തും അതങ്ങനെ സ്പ്രെഡ് ചെയ്യാനൊന്നും പോക്കില്ല.
ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഏച്ചിൻ്റെ അടുത്താണ് കേട്ടോ. അത്രയും എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള മനസ്സിൽ എൻ്റെ ഏച്ചിൻ്റെ അടുത്താന്ന് ഞാൻ പറയില്ലേ വിഷമം. ഓളെ എപ്പം വിളിച്ചുകൊണ്ടിരിക്കില്ല എന്ന് എന്തെങ്കിലും ഒന്നും പറയണമെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറയാം കേട്ടോ. കാരണം അമ്മേൻ്റെ അടുത്ത് പറയാൻ പറ്റൂല. കാരണം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വിഷമാവും. അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറയേണ്ടതെല്ലാം പറയും. പക്ഷെ ഇങ്ങനെ എനിക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പറയില്ല. ഇപ്പം ഹസ്ബൻഡിൻ്റെ അടുത്തും പറയട്ടെ. ഏട്ടൻ്റെ അടുത്ത് പറയാനും എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. കാരണം വെച്ചാൽ എന്തും കേട്ട് നിന്നോളൂ. പിന്നെ പൊതുവേ ഞാനിങ്ങനെ ഉള്ളിൽ തന്നെ വെക്കുകയോ ചെയ്യല്. അത്രയും സഹിക്കാൻ പറ്റാതെ മാത്രമേ പറയലുള്ളേ. ഒന്ന് നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലില്ലേ നമ്മളൊന്ന് ഒറ്റയ്ക്ക് കുറച്ച് കരഞ്ഞ് തീർന്നാൽ അതങ്ങ് തീരും. നിങ്ങളെല്ലാം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചെല്ലാം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു ഞാൻ ഇടയിലും എത്തി. അപ്പോൾ അവർ ചോദിച്ചത് മോശം അനുഭവം എന്നാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവാണ്. അപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ചു ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എന്നാ പഠിച്ച എന്നാ പഠിച്ചെന്നല്ല പഠിച്ചതെന്ന് അറിയാം, നഴ്സിംഗ് അല്ലേ പഠിച്ചത്. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ നഴ്സിംഗ് എന്ന് വെച്ചാൽ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ANM ഉണ്ട്, GNM ഉണ്ട്, BSc ഉണ്ട്, MSc ഉണ്ട്. അപ്പോൾ ഞാൻ BSc നഴ്സാണ്. അപ്പോൾ എനിക്ക് 4.5 വർഷം പഠിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു 4.5 വർഷം പഠിക്കാനുണ്ടെന്ന്. എനിക്ക് ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടോ ഈ പഠിക്കാത്ത കുട്ടികളല്ലേ ഈ നഴ്സിംഗ് പഠിക്കുക, എന്തിനാ അത് പഠിച്ചേ? പിന്നെ ഒരു പണ്ടത്തെ ആ ഒരു ഇതിൽ നഴ്സുമാരൊരു മോശം തരം താഴ്ത്തി കെട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കേരളത്തിൽ ഇപ്പം കുറേ ആൾക്കാർക്ക് അറിയില്ല കേട്ടോ, നഴ്സുമാരെ വിലയും അങ്ങനെയൊന്നും അറിയില്ല. അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നഴ്സിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ചിലപ്പോൾ ANML ആകുമ്പം അവരുടേതായ അവർക്കും പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ അത്രയൊന്നും എന്തായാലും ഇല്ല. BSc നഴ്സിംഗ് എന്ന് വെച്ചാൽ ശരിക്കും ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ, ആ ഒരു പകുതി ലെവലിലൊന്നല്ല, അതിനേക്കാളും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കുറേ ടെക്സ്റ്റിൽ നമുക്ക് സാമ്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം നമുക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കണം. ആ സമയത്ത് നമുക്ക് ആ ഇഞ്ചക്ഷൻ അങ്ങ് എവിടെയെങ്കിലും അങ്ങ് കുത്താൻ പറ്റൂലല്ലോ. നമുക്ക് അതിൻ്റെ സൈറ്റ് അറിയണം, നമുക്കത് എങ്ങനെ വെക്കണം, ഏത് ആംഗിളിൽ, അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിനോടുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയെല്ലാം ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ പഠിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് BSc നഴ്സിംഗെല്ലാം പാസ് ഔട്ടായി പോകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും നഴ്സുമാരെ വിലയെല്ലാം കുറിച്ച്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം കുറേ നമ്മളെ നഴ്സുമാരെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതിനെക്കുറിച്ചെല്ലാം കുറേ അറിയാൻ തുടങ്ങി. പിന്നെ പുറത്ത് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് വർക്ക് ചെയ്താൽ ഒരുപാട് നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് നഴ്സിനെയും സെയിം ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ജോലി നോക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്കും പുറത്തേക്ക് ജോലി നോക്കണമെന്നുള്ള താല്പര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയും എല്ലാവരും നാട്ടിലല്ലേ, എനിക്ക് അങ്ങനെ അമ്മേനെ വിട്ട് നിൽക്കാനുള്ള ആ ഒരു, പിന്നെ ഹസ്ബൻഡ് ആർമിയിലുമാണ്. അപ്പോൾ രണ്ടാളും രണ്ട് ദിശയിലായിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അതൊന്നും പുറത്തേക്കൊന്നും പോകുന്നൊന്നും ചിന്തിക്കാത്ത ഇപ്പം. പിന്നെ അപ്പം ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബാഡ് അനുഭവം അഞ്ജനേച്ചി അതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടായ അനുഭവമാണ്. പിന്നെ എന്തിനാണ് നഴ്സിംഗ് പഠിച്ച് അങ്ങനത്തെ ഒരു താഴ്ത്തി കിട്ടിയ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നഴ്സുമാരെ ഇഷ്ടമുള്ളവരിലൊന്നും കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ അടുത്ത് വെച്ചിട്ട് മണികണ്ഠൻ നായർ ആ ഏട്ടൻ എനിക്ക് എപ്പോഴും കമൻറ്റ് ഇടല്ലോ. എൻ്റെ ഒരുപാട് താങ്ക്സ് ഏട്ടാ. എൻ്റെ വീഡിയോ കാണുന്നതിലും എൻ്റെ വീഡിയോസിലെല്ലാം കമൻറ്റ് ഇടുന്നതിലും. ഏട്ടൻ ചോദിച്ചിട്ടുണ്ട് ഐഷൂട്ടി സൂപ്പറാണ്, എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണെന്നെല്ലാം എപ്പോഴും പറയലുണ്ട്. ഞാനിങ്ങനെ എന്തെല്ലോ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ വാക്കുകൾ ഞാൻ പറയുന്നതിൽ ഇഷ്ടമാകുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടേ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില രോഗങ്ങളെ പറ്റിയിട്ടെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്കെല്ലാം എന്തെങ്കിലും എനിക്ക് അറിയുന്ന രോഗങ്ങളെ പറ്റിയിട്ടെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. പിന്നെ വിജ്ന അനൂപ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് എവിടെയാണ്, ഹസ്ബൻഡിൻ്റെ പേരെന്നാന്ന്, സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഹസ്ബൻഡിൻ്റെ പേര് ജിഷ്ണു എന്നാണ്.
സ്ഥലം ആറ്റടപ്പ, ചാല അറിയില്ലേ, കണ്ണൂർ ചാലയ്ക്ക് അടുത്താട്ടാ. പിന്നെ ചിന്മയ കോളേജിന് തൊട്ടടുത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അത്രയേ ഇല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ, ഞാൻ റിപ്ലൈ തരും കേട്ടോ. പിന്നെ ചോദിച്ചതെന്ന് വെച്ചാൽ സിന്ധ്യ മേലേടത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഏച്ചി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2017 പോലും ഏച്ചിൻ്റെ കുഞ്ഞ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് MMR എന്ന് പറഞ്ഞിട്ട് വാക്സിൻ ആ സമയത്ത് ഇല്ല. MR എന്ന് പറഞ്ഞിട്ട് വാക്സിനുള്ളൂ. MR വാക്സിൻ എന്ന് വെച്ചാൽ മുണ്ടിനീരിന് വെക്കുന്നതാണ്, മംസ് അതിന് വെക്കുന്ന വാക്സിനാണ് MR വാക്സിൻ. അപ്പോൾ ആ സമയത്ത് MR വാക്സിനേ ഉള്ളൂ. ഇപ്പം MMR എന്ന് പറഞ്ഞിട്ട് വാക്സിൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം കൂടുതലായിട്ടും കുട്ടിക്ക് കാണുന്നുണ്ട് ഇപ്പം മംസ് മുണ്ടിനീര് വന്നിട്ട് അധികം നമ്മളെ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ICUയിൽ അധികം വരുത്തുന്നുണ്ട്. അത് വലിയ കോംപ്ലിക്കേഷൻസും ആകുന്നുണ്ട് കേട്ടോ. അതായത് വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ മംസ് രോഗം വന്നിട്ട്. അപ്പോൾ വാക്സിൻ വെക്കുന്നത് നല്ലതാണ്. പിന്നെ എന്ന് വെച്ചാൽ മോൻ കുറച്ച് വലുതായി 8 വയസ്സിലായിരിക്കും ഏച്ചീൻ്റെ. അപ്പം പിന്നെ ഇനി അങ്ങോട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും ഡോക്ടറെ കാണിച്ചിട്ട് വെക്കുന്നതിനെ കൊണ്ട് ഒരു തെറ്റും ഇല്ല കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾ ഇപ്പം 3 വയസ്സ് 2.5 അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് വാക്സിൻ എടുത്തതാണെങ്കിൽ അവർക്ക് MR എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനേ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, MMR എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻ കൂടി ഒന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അനിത പ്രസന്നൻ അങ്ങനെ തോന്നിയ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാവേച്ചി എൻ്റെ സിസ്റ്റർ എവിടെ അബുദാബിയിലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയും ചേച്ചിൻ്റെ ഹസ്ബൻഡും എല്ലാവരും അബുദാബി സിറ്റിയിലാണ് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. WTC അറിയാവുന്ന അറിയില്ല ചേച്ചി, അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സിറ്റിക്ക് അടുത്താണ് കേട്ടോ എൻ്റെ ചേച്ചി താമസിക്കുന്നത്. ചേച്ചീൻ്റെ മോൾ അവിടെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമൻ്റ് ഇട്ടാൽ മതി, കാണാൻ പറ്റുമെങ്കിലെല്ലാം കാണാം. അങ്ങനെയല്ലേ നമ്മൾ ഫാമിലി വലുതാക്കി എടുക്കുക. പിന്നെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട്, മീനാക്ഷി എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചിൻ്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ചേച്ചി ചോദിച്ചിട്ടുണ്ട്, ചേച്ചീൻ്റെ അമ്മയ്ക്ക് 85 വയസ്സ് കഴിഞ്ഞു, എപ്പോഴും തലചുറ്റലാണ് മോളേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 85 വയസ്സെന്നെല്ലാം പറയുമ്പോൾ നമുക്ക് പ്രഷർ, അതായത് പിന്നെ BP പ്രഷർ വരേണ്ട സമയമാണ്. 85 വയസ്സല്ല, 35 വയസ്സിന് മേലെയുള്ളവർക്കെല്ലാം ഇപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അപ്പോൾ അമ്മക്ക് ഒന്ന് പ്രഷർ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്ക്. ചിലപ്പോൾ പ്രഷർ വേരിയേഷൻ ഒന്നെങ്കിൽ കുറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ കൂടിയിട്ടാവാം. എൻ്റെ അമ്മമ്മക്കെല്ലാം തലകർക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മക്കെല്ലാം 90 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അമ്മമ്മക്കും തലകർക്ക് ഉണ്ടാവലുണ്ട്. പക്ഷെ പ്രഷർ അങ്ങനെ ഒരു വേരിയേഷൻ ഇല്ല, എന്നാലും ചെറിയ വേരിയേഷൻ ഉണ്ടാവലുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ പ്രായത്തിൻ്റെ ഇതിൽ ചിലപ്പോൾ HB എല്ലാം, വിറ്റമിൻസ് HB എല്ലാം കുറവുണ്ടാവും. ചിലപ്പോൾ HB എന്ന് വെച്ചാൽ പിന്നെ രക്തത്തിൻ്റെ അളവെല്ലാം ചിലപ്പോൾ കുറവായിരിക്കും. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അമ്മമ്മയില്ലേ, ആ അമ്മമ്മക്ക് ഹീമോഗ്ലോബിൻ HBൻ്റെ അളവ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം പനി വന്നേരം തലകറക്കെല്ലാം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണോ എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അമ്മമ്മക്ക് ബാലൻസിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ചേച്ചി. പിന്നെ BPയും ഒന്ന് നമ്മളെ ബ്ലഡിൻ്റെ അളവ് ഒന്ന് ബാലൻസ് കേട്ടോ, ബാലൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ എന്തെങ്കിലും കാണിക്കുന്നതായിരിക്കും കേട്ടോ. അമ്മമ്മക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഒരു കാരണം സോഡിയം കുറഞ്ഞാൽ ഭയങ്കര ക്ഷീണവും അങ്ങനെയെല്ലാം ഉണ്ടാവുക. സോഡിയം കുറഞ്ഞാൽ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ, അതായത് നമുക്കിപ്പം എന്തെങ്കിലെല്ലാം പറഞ്ഞു പോവലും ചെയ്യും സോഡിയം കുറഞ്ഞാൽ. പ്രായമുള്ളവർ സോഡിയം കുറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ എൻ്റെ അപ്പാപ്പന് ലാസ്റ്റ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ എന്തെല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു എൻ്റെ അമ്മേൻ്റെ അച്ഛന്. എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ അപ്പാപ്പനെ പറയട്ടെ, നിങ്ങൾ വിചാരിക്കും, പക്ഷെ എനിക്കത് പറയാണ്ടാവില്ല കേട്ടോ. എൻ്റെ അപ്പപ്പൻ എൻ്റെ എല്ലാമാണ്. അപ്പോൾ സോഡിയം കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ബോർഡറിൽ. അന്നേരം തന്നെ അപ്പാപ്പന് ഇങ്ങനെ ഒരു പറയുന്നതെല്ലാം എന്തെല്ലോ പോലെയായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് പറയും, മോളെ ഗ്രിൽസ് കൂട്ടിയോ അങ്ങനെയെല്ലാം ചോദിക്കലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അപ്പാപ്പൻ. എൻ്റെ അപ്പാപ്പനെ ഞാൻ ഓർക്കുന്നേ എപ്പോഴും. അപ്പാപ്പൻ്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അപ്പം അങ്ങനെ സോഡിയത്തിൻ്റെ ഒന്ന് നോക്കുക. പിന്നെ ഇങ്ങനെ ബ്ലഡിൻ്റെ അളവ് നോക്കുക, അല്ലെങ്കിൽ പ്രഷർ, ഇയർ ബാലൻസ്, ഇതൊന്ന് ചെക്ക്
ഞാൻ പറ്റുമെങ്കിൽ ചേച്ചി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അല്ലെ പിന്നെ പ്രായത്തിൻ്റെ അതായിരിക്കും ക്ഷീണവും കാര്യമെല്ലാം. അപ്പോൾ ചേച്ചി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഞാൻ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ചോദിച്ചത് ഒരു ലീനാമണി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാന്ന് തോന്നുന്നു. വൈറ്റമിൻ ഡി 10.5 ഉള്ളൂ, അപ്പോൾ അതിന് മെഡിസിൻ കഴിക്കണോ എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡി 10.5 കുറവ് തന്നെയാണ്, അപ്പോൾ മെഡിസിൻ കഴിക്കണം എന്തായാലും. ചേച്ചി ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണുക. പിന്നെ വൈറ്റമിൻ ഡിൻ്റെ ടാബ്ലറ്റ് ആഴ്ചക്ക് 1 വെച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അത് കുറച്ച് കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അത് 2 ആഴ്ചക്ക് അങ്ങനെ മാറി വരും. പിന്നെ അത് വൈറ്റമിൻ ഡി ടാബ്ലറ്റും ഉണ്ട്, പിന്നെ ഒരു സാച്ചറ്റ് എന്ന് പറയുന്ന ഒരു പാക്കറ്റിൽ അത് പാലിൽ കലക്കി കുടിക്കുന്നതും ഉണ്ട് കേട്ടോ. ഇപ്പം ഡോക്ടേഴ്സിലധികം വൈറ്റമിൻ ഡി ടാബ്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നുണ്ട്. ഇപ്പം കോമൺ ആണ് എല്ലാവർക്കും. പിന്നെ അധികം ഇപ്പം തന്നെ അടുത്ത് ഞാൻ കുറേ പേരെടുത്ത് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാലവേദന, മുട്ടുവേദന എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വൈറ്റമിൻ ഡിൻ്റെത് പിന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികമാക്കും ബോർഡറിൽ തന്നെയാണ്, കുറവും ബോർഡറിലും. അപ്പോൾ അതെന്തായാലും ആഴ്ചക്ക് 1 ദിവസമാണ് അതിൻ്റെ ടാബ്ലറ്റ് കൊടുക്കുക. ചേച്ചി എന്തായാലും ഡോക്ടറെ കാണാം കേട്ടോ. ആ റിപ്പോർട്ടും എടുത്തിട്ട് കാണാണ്ടിരിക്കറേ, പെട്ടെന്ന് തന്നെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുറഞ്ഞു പോവുക ചെയ്യുക. ടാബ്ലറ്റ് എടുത്താൽ പെട്ടെന്ന് തന്നെ കൂടിക്കോളൂ കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരേട്ടൻ ചോദിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തം തലപ്പറമ്പിൽ. സത്യമാണ് കേട്ടോ, മഞ്ഞപ്പിത്തം എപ്പോഴും അതെ, ഈ മഞ്ഞപ്പിത്തം തലപ്പറമ്പിൽ എന്താ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ വെള്ളത്തിൽ എന്തെങ്കിലും കലർന്ന ആ ഒരു തന്നെ ആയിരിക്കും. പിന്നെ ഈ ചൂട് വരുമ്പോഴാണ് കൂടുതലായി, ചൂട് കാലത്തും മഴക്കാലത്തുമാണ് ഈ കൂടുതലായിട്ട് മഞ്ഞപ്പിത്തം സ്പ്രെഡ് ആവുന്നത്. മഞ്ഞപ്പിത്തം ഒരുപാട് ടൈപ്പിലുണ്ട്. ചിലവർക്ക് ലാസ്റ്റ് ക്യാൻസറിന് ലാസ്റ്റ് സ്റ്റേജിലാകുമ്പോൾ മഞ്ഞപ്പിത്തം വന്നിട്ട് പെട്ടെന്ന് തന്നെ ഡെത്തായി പോകുന്നവരെല്ലാം ഉണ്ട് കേട്ടോ. അത് നമുക്കൊരിക്കലും സ്പ്രെഡ് ആവില്ല, ആ മഞ്ഞപ്പിത്തം ഒരിക്കലും സ്പ്രെഡ് ആവില്ല കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഫുഡിൽ നിന്ന് ഇങ്ങനെയെല്ലാം കിട്ടുന്ന മഞ്ഞപ്പിത്തം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും. അപ്പോൾ തളിപ്പറമ്പിലുള്ളവരെല്ലാം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിളപ്പിക്കാത്ത വെള്ളം കുടിക്കരുത്. നല്ലോണം തിളച്ച് ഒരു 5-10 മിനിറ്റോളം തിളച്ചിട്ട് തണിഞ്ഞ വെള്ളം മാത്രം കുടിക്കുക. ആര് പോലും തണിഞ്ഞ വെള്ളം, അതായത് പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി പോകരുത്. പിന്നെ നമുക്ക് ഈ ചൂടുകാലത്തായി നമുക്ക് ടൗണിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ലൈവ് കുടിക്കാൻ വേണ്ടി തോന്നും. സത്യമായിട്ട് എനിക്കും അത്, എനിക്ക് ഡ്യൂട്ടി കയറുന്നതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിന് താഴെ ഒരു സ്റ്റോറുണ്ട്, അവിടെ നിന്ന് ഒരു ലൈമ് കുടിച്ചിട്ട് ഡ്യൂട്ടി കയറിയാൽ ഒരു സമാധാനമാണ്. കാരണം ചിലപ്പോൾ തിരക്കിന് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ലേറ്റ് ആവും. അപ്പോൾ ലൈമ് കുടിച്ച് കയറിയാൽ ആ ഒരു ഉന്മേഷം എന്തായാലും നമുക്ക് കുറച്ച് സമയം ഉണ്ടാവും. ഭയങ്കര ചൂടുമല്ലേ, അപ്പോൾ ലൈമ് കുടിക്കാൻ വേണ്ടി തോന്നും. നമ്മളെ ആ ഒരു ടെൻഡൻസി തന്നെയാണ്, അത് പ്രലോഭിപ്പിക്കുന്നതാണ്. അപ്പോൾ തളിപ്പറമ്പിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ലൈമ് കുടിക്കണ്ട. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ ലൈമ് തിളപ്പിച്ച വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞിട്ടാണ് ഞാൻ ലൈമാക്കൽ അധികം കൂട്ടാം. അല്ലാണ്ട് പച്ചവെള്ളം അങ്ങനെ കുടിക്കലേ ഇല്ലേ. പണ്ടോട്ടേ അതെ, എൻ്റെ അമ്മ രാവിലെ എഴുന്നേറ്റ പാട് വലിയൊരു നിറച്ചും ചൂടുവെള്ളം തിളപ്പിച്ച് വെക്കും. അത് ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും അതെ കേട്ടോ, തിളപ്പിച്ച് വെക്കും. പച്ചവെള്ളമൊന്നും ആരും അങ്ങനെ കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പുറത്ത് ടൗണിൽ തളിപ്പറമ്പിലുള്ളവർ കൂടുതലായിട്ടും, ബാക്കിയുള്ള എല്ലാവർക്കും അത് തന്നെയാണ്, പുറത്ത് പോകുമ്പം പിന്നെ വെള്ളം കരുതുക, വീട്ടിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ കരുതുക. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ. കൃഷ്ണദാസനായിട്ടോ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. വെള്ളം എടുക്കുക, പിന്നെ പുറത്തുനിന്ന് ലൈമോ ജ്യൂസോ അങ്ങനത്തെ ഒന്നും കുടിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് അത്രക്കും കുടിക്കണം തോന്നിയാൽ നിങ്ങൾ വേണമെങ്കിൽ ചായ മോശമാണ്, പക്ഷേങ്കിൽ എൻ്റെ അമ്മയിലപ്പം പറയും അയച്ച് നീ തണുത്തോളം കുടിക്കണ്ടേ, എന്നെ അയച്ചേന്നാണ് കേട്ടോ വിളിക്കൽ എൻ്റെ അമ്മ. അയച്ച് നിന്ന് പുറത്തുനിന്ന് കുടിക്കേണ്ട, നമുക്ക് ചായ കുടിക്കുക അങ്ങനെ പറയും. ചായ ആകുമ്പം തിളക്കുമല്ലോ എന്തായാലും. എനിക്ക് പക്ഷേ ചായ ഇഷ്ടമല്ലേ, ആ ഒരു ഇത് ലൈമിലോ ജ്യൂസിലോ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി വീട്ടിലെ വെള്ളം തന്നെ കുടിക്കാൻ നോക്കുക. പിന്നെ നിങ്ങളെ വീടുകളിൽ ക്ലോറിനേഷൻ ചെയ്യുക കേട്ടോ. ഇപ്പം എൻ്റെ അമ്മ ആശാവർക്കറാണ്, നാട്ടിലെല്ലായിടത്തും ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉത്സവം വരുന്നുണ്ടെങ്കിൽ അവിടെ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഉത്സവമോ അങ്ങനെ എന്തെങ്കിലും സ്കൂളിൽ പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പിന്നെ കിണറ്റിൽ ക്ലോറിനേഷൻ ചെയ്യുമായിട്ട് ആശാവർക്കർ ചെയ്ത് തരും എല്ലാവർക്കും. കാരണം അവർക്ക് ഫീൽഡ് വർക്കിൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും.
വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നെല്ലാം ഉണ്ട്. എൻ്റെ അമ്മയിലെപ്പം കൊടുക്കുന്നതാണ്. അപ്പം നോക്കിയാൽ എൻ്റെ അമ്മക്ക് ഫീൽഡിൽ ഒന്നെങ്കിൽ ക്ലോറിനേഷൻ അത് ഇത് എന്നെല്ലാം മറ്റു പോകാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ഹെൽത്തിൽ അവരോട് പറഞ്ഞാൽ ക്ലോറിനേഷന് ക്ലോറിൻ തരും, അത് കിണറ്റിലിടുക, പിന്നെ തിളപ്പിച്ച വെള്ളം കുടിക്കുക. പിന്നെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ പോകുക. ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ മഞ്ഞ നിറോ പിന്നെ എന്തെങ്കിലും മഞ്ഞ ഛർദിയിലോ പിന്നെ കണ്ണിൻ്റെ ഇവിടെ വെള്ളയിൽ അവിടെ മഞ്ഞയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ തോതിലുള്ള പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാട്ടോ. വെച്ച് നിൽക്കാനേ പാടില്ല ഒന്നും. അപ്പോൾ എല്ലാവർക്കും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഒരു കമൻസ് നിങ്ങൾക്ക് റിയാക്ഷൻ തരാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ എല്ലാവരും ചോദിച്ചു എനിക്കിങ്ങനെ അന്നിങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എൻ്റെ വീഡിയോ എനിക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് റിയാക്ഷൻ കമൻറ്റ് തരുന്നില്ലേ എന്ന് തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ. ഞാൻ എന്തായാലും ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കറിയുന്ന ആയാലും ഞാൻ എന്തായാലും റിപ്ലൈ തരും, അല്ലെങ്കിൽ ഇതുപോലൊരു കമൻറ്റ് ആയാലും തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.